ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. നമ്മൾ സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ എക്സസൈസ് കഴിഞ്ഞായിരുന്നു അല്ലേ? അപ്പം ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് അത് കണ്ട ശേഷം ഈ എപ്പിസോഡിലേക്ക് വരണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് ആദ്യം പറയാൻ പോണത്. നമ്മളവിടെ ഒരു സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന സർക്കിളിൻ്റെ ഉള്ളിൽ 3 വ്യത്യസ്ത പോളിഗൺസ് ഇൻസ്ക്രൈബ് ചെയ്തായിരുന്നു. ഒന്നാമത്തെ എന്തായിരുന്നു? നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഹെക്സഗൺ, പിന്നെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, പിന്നെ ഒരു സ്ക്വയർ, ഇതൊക്കെ ഇൻസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലേ? പെരിമീറ്റർ കണ്ടുപിടിച്ചു. ലെങ്ത് ഓഫ് വൺ സൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൺക്ലൂഷൻസിലേക്ക് എത്തുകയാണെങ്കിൽ ഇനിയുള്ള കണക്കുകൾ ചെയ്യാൻ മക്കൾക്ക് അതിൻ്റെ ഹെൽപ്പോടുകൂടി, അതായത് നേരത്തെ മനസ്സിലാക്കിയ കാര്യത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാം. അതായത് എളുപ്പത്തിൽ ചെയ്യാം എന്നർത്ഥം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യത്തിനെ ഇതുപോലെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോവാണ് മിസ്സ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ ഇത് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് അടുത്ത കണക്കുകൾ ചെയ്യാട്ടോ. ഒത്തിരി കാൽക്കുലേഷൻസ് കുറയും. അതല്ലെങ്കിൽ എന്താ, നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ 30, 60, 90 ഡിഗ്രി ആംഗിൾസ് എടുത്ത്, അല്ലെങ്കിൽ 45, 90 ഡിഗ്രി ആംഗിൾ, അതിൻ്റെ റേഷ്യോ ഒക്കെ കണ്ട് ചെയ്തില്ലേ? അതേപോലെയൊക്കെ ചെയ്യേണ്ടി വരും. അതല്ല, നിങ്ങൾ ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക്. പറ്റുന്നില്ലെങ്കിൽ പോട്ടെ. അപ്പം നമ്മൾക്ക് നോക്കാം. എന്താണ് നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്ത ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഏത് ഫിഗറാണ് ഇൻസ്ക്രൈബ് ചെയ്തതെന്ന് എഴുതാണ്. രണ്ടാമത്തെ കോളത്തിൽ അങ്ങനെ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്ത ഫിഗറിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ലെങ്ത് ഓഫ് ദ ഡയഗണൽ, അങ്ങനെ ഡയഗണലും മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കാണ്. അതുപോലെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഫിഗർ, അതിനും നമുക്ക് ഈ പറഞ്ഞ സർക്കിളും ഫിഗറുമായിട്ട് എന്തെങ്കിലും റിലേഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഹെഡിങ് കൊടുക്കുന്നത്. നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 സെന്റിമീറ്റർ ആൻഡ് ഇൻസ്ക്രൈബ്ഡ് പോളിഗൺ, അങ്ങനെയുള്ളവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. അപ്പൊ ആദ്യത്തെ നമ്മൾക്ക് എന്ത് നോക്കാം? റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണിന്റെ കാര്യം നോക്കാം. എന്തായിരുന്നു റെഗുലർ ഹെക്സഗണിൽ നമ്മൾ കണ്ടത്? ഒരു സർക്കിള്, അതിന്റെ ഉള്ളിൽ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്യുന്ന സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇത് കണ്ട റെഗുലർ ആണെന്ന് തോന്നില്ല. ഞാനന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ റെഗുലർ ഹെക്സഗൺ വരയ്ക്കേണ്ടതെന്ന്. മക്കൾ അതുപോലെ ഭംഗിയായിട്ട് വരയ്ക്കാം. വൈറ്റ് ബോർഡിലാവുമ്പോഴേ നമ്മൾ വിചാരിക്കുന്ന പോലെ വരയൊന്നും അതുപോലെ നിൽക്കൂല. അങ്ങനെ നമ്മൾ വരച്ചിട്ടൊക്കെ കണ്ടുപിടിച്ച് ഓർക്കണില്ലേ മക്കള്? അപ്പൊ നമുക്ക് അവിടെ റേഡിയസ് എത്രയായിരുന്നു കിട്ടിയത്? 1/2 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു വശത്തിന്റെ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഹെക്സഗൺ എന്ത് തന്നെയാണ് കിട്ടിയത്? 1/2 സെന്റിമീറ്റർ. അതായത് ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഡയഗണൽ എന്താ വരാ? ഇങ്ങനെ വരും ശരിക്കും വരയ്ക്കാണെങ്കിൽ. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയഗണലിന്റെ ലെങ്ത് എന്താ കിട്ടുന്നത്? ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ കേസിൽ എന്ത് എഴുതാം? ലെങ്ത് ഓഫ് ഡയഗണൽ ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. That is equal to എന്ത് പറയാം? 2 times radius, 2r, 2 into radius. ഇനി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഹെക്സഗൺ എന്താ നമുക്ക് കിട്ടിയത് ആ കേസിൽ? ഈ ഒരു വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? റേഡിയസ് തന്നെയല്ലേ കിട്ടിയത്. അപ്പോ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ഹെക്സഗൺ ഈക്വൽ ടു റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പൊ കണ്ടോ, ഇനി എപ്പോഴെങ്കിലും സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്ത ഒരു ഹെക്സഗണിന്റെ ഒരു സൈഡിന്റെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞത് നമ്മൾ 45 എടുത്തിച്ചൊക്കെ ചെയ്ത പോലെ ഒന്നും ചെയ്യണ്ട. എന്തോ ഓർത്താൽ മതി, അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സർക്കിളിന്റെ റേഡിയസിനോട്. റെഗുലർ ഹെക്സഗണിന്റെ കാര്യമായിട്ട് പറയണേ, എല്ലാ ഹെക്സഗണും അല്ല. റെഗുലർ ഹെക്സഗൺ നിങ്ങൾ ഒരു സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വൺ സൈഡിന്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? റേഡിയസ് ഓഫ് ദ സർക്കിളിനോട് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത ഫിഗർ എന്തായിരുന്നു? നമ്മളൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. സ്ക്വയർ എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെ ഒരു സർക്കിളിൽ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തു. കണ്ട സ്ക്വയർ ആണെന്ന് തോന്നണില്ല അല്ലേ? മിസ്സിന്റെ വര വളരെ മോശമാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും വരയ്ക്കാട്ടോ. അന്ന് കാണിച്ചു തന്നില്ലേ? ഡയമീറ്റർ ഒക്കെ റേഡിയസ് വരച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്ന് 45 വരച്ച് ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെ വരച്ച സ്ക്വയറിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്തായിരുന്നു? ഈ സ്ക്വയറിന്റെ നമ്മുടെ
ഡയമീറ്റർ എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. അപ്പൊ ഈ ഡയഗണൽ എത്രയാ വന്നിരുന്നത്? 1 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ഡയഗണൽ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ എന്ത് എഴുതാം നമുക്ക്? ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഈക്വൽ ടു എന്തായിരുന്നു? ഡയമീറ്റർ ഓഫ് സർക്കിൾ. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 2 ടൈംസ് റേഡിയസ് ആണ് ഡയമീറ്റർ. റേഡിയസിന്റെ ഇരട്ടിയല്ലേ ഡയമീറ്റർ. അപ്പൊ 2 × r. അപ്പൊ 2 ടൈംസ് റേഡിയസ് ആണ് എന്ത്? ഡയമീറ്റർ വന്നത്. നമുക്കിനി അവിടെ വന്ന ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്തായിരുന്നു? ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് സ്ക്വയർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ മക്കള് പേജ് ഒന്ന് മറിച്ച് നോക്കിയേ, അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് എടുത്ത് നോക്കിയേ. നിങ്ങള് നോട്ട് എഴുതി വെച്ചിട്ടുള്ളവര് പേജ് മറിച്ച് നോക്കിയാൽ മതിയാവും. ഇല്ലാത്തവർ എന്ത് വേണം? ഞാൻ പറഞ്ഞില്ലേ ആ എപ്പിസോഡ് കണ്ടിട്ട് ഇങ്ങോട്ട് വരാവുള്ളെന്ന്. അപ്പൊ ഒന്ന് നോക്കിക്കേ. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ അവിടെ നമുക്ക് എന്താ കിട്ടിയത്? എന്തായിരുന്നു? √2/2 സെന്റിമീറ്ററിനായിരുന്നു അല്ലെ കിട്ടിയത്. ഇങ്ങനെ കിട്ടിയത് നമുക്കൊരു വർഷം കിട്ടിയത് എത്രയായിരുന്നു? √2/2. അപ്പൊ √2/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? √2 × 1/2 എന്ന് എഴുതാലോ. എന്തിനെങ്ങനെ എഴുതണേന്ന് അറിയോ? നമുക്ക് ഇതിനെങ്ങനെയാ റേഡിയസ് ആയിട്ട് താരതമ്യം ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടാ. √2/2 എന്നാണ് നമുക്ക് അന്ന് ഉത്തരം കിട്ടിയത്. അതിന്റെ ഉത്തരം എന്താണ്? √2 × 1/2. അതിൽ ഈ 1/2 ആരായിരുന്നു? ഈ സർക്കിളിനെ സംബന്ധിച്ച് എന്തായിരുന്നു 1/2? അതിന്റെ റേഡിയസ് ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം? √2 × റേഡിയസ്. അപ്പോ നമ്മള് ഒരു സർക്കിളിന്റെ അകത്ത് ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് ആയിരിക്കും എന്ത്? അതിന്റെ ഒരു വശത്തിന്റെ നീളം. ഓക്കെ, അപ്പൊ നമ്മളൊരു സർക്കിളിന്റെ അകത്ത് ഒരു സ്ക്വയർ ആണ് ഇൻസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി? √2 × റേഡിയസ് കണ്ടാൽ മതി. എത്രയാണ് ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് അറിയാമെങ്കിൽ അതേ √2 ചെയ്യുന്നതായിരിക്കും എന്ത്? സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 90 ഡിഗ്രി എടുത്ത് അല്ലെങ്കിൽ പൈത്തഗോറസ് തിയറം വെച്ച് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കണം. അതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് √2r എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് എന്ത് പറയാം? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ √2 ടൈംസ് റേഡിയസ്. √2 ടൈംസ് റേഡിയസ് ആണ് ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ. അതുപോലെ സ്ക്വയറിന്റെ ഡയഗണലിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ ഡയമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഫിഗറിലേക്ക് പോവാം. മൂന്നാമത്തെ ഫിഗർ എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമ്മളൊരു സർക്കിളിന്റെ അകത്ത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു അല്ലേ? അപ്പം നമ്മൾ സർക്കിളിന്റെ അകത്ത് ഇങ്ങനെ നമ്മളൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പം നമ്മൾ അതിനൊരു പേര് വേണമെങ്കിൽ കൊടുക്കാം. ABC എന്ന് കൊടുത്തു എന്ന് വിചാരിക്കേ. ഈ പോയിന്റ് സെന്റർ O, ഇത് നമ്മുടെ M. BM എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മീഡിയൻ ആണ് അല്ലെ? മീഡിയന്റെ നീളം എത്രയായിരിക്കും? ഓക്കെ, B തൊട്ട് O വരെ ഉള്ളത് എന്താണ്? റേഡിയസ്. ഇത് റേഡിയസ്. ഇനി ഈ O തൊട്ട് M വരെ ഉള്ളതോ? ഈ AC എന്ന് പറയുന്നത് അതിന്റെ കോഡല്ലേ? സർക്കിളിന്റെ കോഡ്. ഈ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലേ OM? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് റേഡിയസിനെ ബൈസെക്ട് ചെയ്യും. ഇനി തിരിച്ചു പറഞ്ഞാലോ, ഈ റേഡിയസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ വശത്തിനെയും ബൈസെക്ട് ചെയ്യും. എന്തുകൊണ്ടാ? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട് ദ കോഡ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു കോഡിലേക്ക് നിങ്ങൾ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കോഡിനെ ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് ഈ OM ഇവിടെ ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ വരച്ച് ഇപ്പുറത്ത് മുട്ടിക്കുകയാണെങ്കിൽ അതിന്റെ നീളവും സെയിം ആയിരിക്കും. അതേപോലെ AM MC സെയിം ലെങ്ത് ആയിരിക്കും. നമുക്ക് പക്ഷെ ഇപ്പോൾ ഒരാളെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി. എന്ത്? OMന്റെ നീളം എത്രയായിരിക്കും? നമ്മൾ ആദ്യത്തെ സർക്കിൾസിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശം എന്ത് ചെയ്യും? റേഡിയസിനെ ബൈസെക്ട് ചെയ്യും. സർക്കിളിന്റെ അകത്ത് വരയ്ക്കുന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് റേഡിയസിനെ ബൈസെക്ട് ചെയ്യുമെങ്കിൽ ഈ OMന്റെ നീളം എത്രയാണ്? r/2. ഓക്കെ, r/2. അപ്പൊ നമ്മളിപ്പോ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വിലാറ്ററൽ ട്രയാങ്കിളില് അപ്പൊ നമുക്കിപ്പോ ഡയഗണൽ അല്ല ഉള്ളത്, അതുകൊണ്ടാണ് മിസ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഇട്ടത്, ഡയഗണൽ ഓർ മീഡിയൻ. ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ലെങ്ത് ഓഫ് മീഡിയൻ. ലെങ്ത് ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് റേഡിയസുമായിട്ട് താരതമ്യം ചെയ്യാം? നോക്കിയേ, ബി എം അല്ലേ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്? ബി എമ്മിന്റെ നീളം നോക്കിയേ, ആർ പ്ലസ് ബി എം ഈക്വൽ ടു ആർ പ്ലസ് ആർ ബൈ 2. അതിനെ നമ്മളിങ്ങനെ 2r ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഇല്ലേ, പ്ലസ് ആർ ബൈ 2 എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/2 ഇൻറ്റു ആർ എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ ലെങ്ത് ഓഫ് ദ മീഡിയൻ, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മീഡിയനിന്റെ ലെങ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ റേഡിയസിനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ 3/2 ടൈംസ് റേഡിയസ് ആണ് എന്ത്? മീഡിയൻ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 1 സെന്റിമീറ്റർ. അപ്പൊ 10 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ളതാണെങ്കിലോ അപ്പൊ നമ്മൾ 3/2 ഇൻറ്റു റേഡിയസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 10 സെന്റിമീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ. അപ്പൊ 3/2 ഇൻറ്റു 5 ചെയ്താൽ മതി എന്നർത്ഥം. വേറെ ഭാരിച്ച കാര്യങ്ങളൊന്നും അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടി വരില്ല, ഈ ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇനി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ എന്താ വന്നേ? ലെങ്ത് ഓഫ് one side of equilateral triangle equal to, നമുക്ക് അവിടെ എന്തായിരുന്നു കിട്ടിയത്? √3/2 എന്നല്ലേ നമുക്ക് അവിടെ ആൻസർ കിട്ടിയത്? മക്കളൊന്ന് നോക്കുക, അന്ന് കിട്ടിയ ആൻസർ എ സിയുടെ ലെങ്ത് നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? √3/2 എന്നാണ് കിട്ടിയത്. √3/2 നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ എന്ത് വരും? √3 ഇൻറ്റു 1/2 എന്ന് വരും. 1/2 എന്ന് വെച്ചാൽ ഇവിടെ ഈ 1/2 എന്തായിരുന്നു? റേഡിയസ് അല്ലായിരുന്നോ? അപ്പൊ √3 ഇൻറ്റു ആർ എന്ന് പറയാം. അതായത് ഇനി തൊട്ട് ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കാണണമെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി? √3 ഇൻറ്റു റേഡിയസ്. ഇൻസ്ക്രൈബ്ഡ് പോളിഗണിനെ കുറിച്ചാണ് പറയുന്നത്. ചുമ്മാ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളം കാണാൻ ഇനി മക്കൾ എന്ത് ചെയ്താൽ മതി? സർക്കിളിന്റെ റേഡിയസിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? √3 ടൈംസ് റേഡിയസ്. √3 ടൈംസ് റേഡിയസ്. അപ്പൊ ഇതറിയാമെങ്കിൽ നമുക്ക് ഇനിയുള്ള കണക്കുകൾ എങ്ങനെ ചെയ്യാമെന്നും അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നും രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. കാരണം എന്താ, ഈ വീഡിയോ കാണുന്നത് പല ആൾക്കാരായിരിക്കില്ലേ. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് നന്നായി ഓർത്തിരുന്ന് നന്നായി ചെയ്യാൻ സാധിക്കും. ചിലർക്ക് പറ്റില്ല. പഴയ നമ്മുടെ പൈത്തഗോറസ് തിയറവും ആ റേഷ്യോ ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണതായിരിക്കും ചിലർക്ക് കംഫർട്ടബിൾ. അപ്പൊ രണ്ട് കൂട്ടർക്ക് വേണ്ടിയിട്ട് മിസ് രണ്ട് രീതിയിലും പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് ഹെഡിങ് എടുക്കുന്നത്? അടുത്തത് ഡയമീറ്റർ ആൻഡ് പെരിമീറ്റർ. ഈ ഡയമീറ്റർ എന്നുള്ള വാക്ക് ആരെ സംബന്ധിച്ചിട്ടുള്ളതാണ്? നമ്മുടെ സർക്കിളിനെ സംബന്ധിച്ചിട്ടുള്ള വാക്കാണ് അല്ലേ ഡയമീറ്റർ. അല്ലാണ്ട് പോളിഗണിനൊന്നും ഡയമീറ്റർ ഇല്ലല്ലോ. ഡയമീറ്റർ ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മുടെ സർക്കിളിന്റെ സ്വന്തമാണ് ഡയമീറ്റർ. അപ്പൊ ഈ ഡയമീറ്ററും പെരിമീറ്ററുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് സർക്കിളിന്റെ. അതാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. പേജ് 134 അവിടെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ? എന്താ എഴുതിയേക്കുന്നേ? The perimeter of circles are scaled by the same factor as their diameter. അതിന്റെ താഴെ തന്നെ അതേ കാര്യം മറ്റൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഓഫ് സർക്കിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ ആസ് ദെയർ ഡയമീറ്റർ. ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ പറഞ്ഞേക്കാണ് കേട്ടോ. രാമൻ പാമ്പിനെ തല്ലിക്കൊന്നു, പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്നും പറയണ പോലെ തന്നെ ഒരേ കാര്യം രണ്ട് രീതി പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ഇതൊന്നും കേട്ട് നിങ്ങൾ വരളരുത്. എന്താണ് പറഞ്ഞേക്കുന്നത്? ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ദെയർ ഡയമീറ്റർ. അതായത് എന്താ, ഡയമീറ്ററും പെരിമീറ്ററും ഒരേ തോതിലാണ് മാറുന്നത് എന്നർത്ഥം. എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? ഡയമീറ്റർ ഇപ്പോ 2 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു സർക്കിളിന്റെ പെരിമീറ്റർ, ഡയമീറ്റർ 2 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സർക്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടില്ലല്ലോ. നമ്മൾ പെരിമീറ്റർ എന്തെടുക്കാം? എക്സ് ആണെന്ന് വിചാരിക്കും. ഡയമീറ്റർ 2 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന സമയത്ത് പെരിമീറ്റർ എക്സ് ആണെങ്കിൽ ഡയമീറ്റർ 4 സെന്റിമീറ്റർ ആകുമ്പോ
ഡയമീറ്റർ 4 സെന്റിമീറ്റർ ആകുമ്പോൾ പെരിമീറ്റർ എന്ത് സംഭവിക്കും? ഇവിടെ ഡയമീറ്റർ എന്താ സംഭവിച്ചേ? 2 × 2 ചെയ്തപ്പോഴല്ലേ അത് 4 ആയത്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററിനും എന്ത് സംഭവിക്കും? 2 × x, ദാറ്റ് ഈസ് 2x. അതായത് ഡയമീറ്റർ ഇരട്ടിച്ചപ്പോ 2 ടൈംസ് ആകാന്ന് വെച്ചാൽ ഇരട്ടിക്കാന്നല്ലേ പറയാ. ഡയമീറ്റർ ഇരട്ടിച്ചപ്പോ എന്ത് സംഭവിച്ചു? പെരിമീറ്ററും ഇരട്ടിയായി. ഇനി അതല്ല, നമ്മൾ ഡയമീറ്റർ ചെറുതാക്കുക ചെയ്തതെന്ന് വിചാരിക്കുക. ഇപ്പൊ ഡയമീറ്ററിനെ നമ്മൾ പകുതിയാക്കി കുറച്ചു. അപ്പൊ 2 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന ഡയമീറ്റർ ഇപ്പൊ എത്രയായി? 1 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് വിചാരിക്കാം. അപ്പൊ പെരിമീറ്ററും എന്ത് സംഭവിക്കും? ഇവിടെ എന്താ നമ്മൾ ചെയ്തേ? 2 × ½ ചെയ്തപ്പോഴല്ലേ നമുക്ക് 1 സെന്റിമീറ്റർ എന്ന് കിട്ടണത് അല്ലേ? 2 × ½ ചെയ്തപ്പോഴല്ലേ ഇവിടുത്തെ ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആയിരുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പെരിമീറ്ററും എന്ത് സംഭവിക്കും? പെരിമീറ്റർ ഈക്വൽ ടു, ഇവിടെ പെരിമീറ്റർ എങ്കിൽ ഇവിടെ പെരിമീറ്റർ എന്ത് വരും? x/2. കാരണം എന്താ? ഇവിടെ ഡയമീറ്ററിനെ ഹാഫ് ചെയ്തപ്പോഴാണ് ഡയമീറ്റർ 1 സെന്റിമീറ്റർ ആയതെങ്കിൽ പെരിമീറ്ററും എന്ത് ചെയ്യപ്പെടും? ഹാഫ് ചെയ്യപ്പെടും. അപ്പൊ എങ്ങനെയാണോ ഡയമീറ്റർക്ക് മാറ്റം വരുന്നത് അതേ തോതിൽ തന്നെയാണ് പെരിമീറ്റർ മാറുന്നത്. ഡയമീറ്റർ ഡബിൾ ചെയ്താൽ പെരിമീറ്ററും ഡബിൾ ആവും. ഡയമീറ്റർ നിങ്ങൾ 10 ടൈംസ് ചെയ്താൽ പെരിമീറ്ററും 10 ടൈംസ് ആവും. ഡയമീറ്റർ നിങ്ങൾ ഹാഫ് ചെയ്താൽ പെരിമീറ്ററും ഹാഫ് ആകും. അതാണ് അവരവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ ഒരു പിരിക്കാൻ പറ്റാത്ത ബന്ധമുണ്ട് ആര് തമ്മിൽ? പെരിമീറ്ററും ഡയമീറ്ററും ആയിട്ട്. മനസ്സിലായോ മക്കൾക്ക്?